യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം അതിൻ്റെ 18 തൊട്ട് 21 വരെയുടെ വാക്യങ്ങളാണ്. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂപപടലവും കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമാകുകയും ചന്ദ്രൻ രക്തമായി മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വചനം കർത്താവിൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ കർത്താവിൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ ഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. കർത്താവിൻ്റെ ദാസന്മാരും ദാസിമാരും ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിൽ മായം ചേർക്കാത്തവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് കർത്താവ് ഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരുവനും കർത്താവ് രക്ഷിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരുവനെയും കർത്താവ് രക്ഷിക്കും. കർത്താവിൻ്റെ മഹനീയമായ അത്ഭുത കരമാണ് നമ്മെ രക്ഷപ്പെടുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവവചനത്തോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് മുറുകെ പിടിക്കാം. അങ്ങനെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന മക്കളായി നമുക്ക് ജീവിക്കാം. ഇന്ന് അനേകർ ദൈവത്തെ അറിയുന്ന അനേകം മക്കളുണ്ട്. എന്നാൽ അവയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി ദൈവത്തെ അറിയാതെ അകന്നു പോകുന്നവരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ അറിയുന്നവരെ കൂടുതൽ ദൈവത്തെ അറിയുവാനായി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ യേശുപ്പച്ചൻ്റെ പൊന്നോമന കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് നടത്തി കൊടുക്കണമേ. കർത്താവേ, ഓരോ പ്രാർത്ഥന വിഷയങ്ങളും പറഞ്ഞപ്പോൾ കർത്താവേ, അത് കേട്ടത് അങ്ങ് തന്നെയാണല്ലോ. എന്നെ ആര് വിളിച്ച് പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞാലും എൻ്റെ പൊന്നുപിതാവിൻ്റെ കരങ്ങളിലേക്ക് ആ നിമിഷം തന്നെ ഞാൻ തരുമല്ലോ. കർത്താവേ, ആ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യരക്ഷയിലേക്ക് വരുവാൻ തക്കവിധം, നിത്യാനന്ദവും സൗഭാഗ്യവും നേടുവാൻ തക്കവിധം, കർത്താവിൻ്റെ കൃപയിൽ വളരുവാൻ തക്കവിധം കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും മേലിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനും നീതിമാനുമായ ദൈവം നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.